ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാനുള്ളത് മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിലാണ്. അതായത് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം മാപ്പിളകല അക്കാദമി കൊണ്ടോട്ടി. ഫെബ്രുവരി 2 മുതൽ 9 വരെ അവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. നിരവധി ഐറ്റം കലാപരിപാടികൾ. മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇത് നല്ല ഉച്ചയോടടുത്തൊരു സമയമാണ് കേട്ടോ. നമ്മളെ കുടുംബശ്രീയുടെ സ്റ്റാളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു സ്റ്റാളും ഉണ്ട്. നൂറ്റാണ്ടിനപ്പുറം കൊണ്ടോട്ടി ഒരു ചിത്രയാത്ര. ഈ ഒരു ചിത്രം ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇവിടെ പതിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ വരുന്നവർക്കൊക്കെ ഇതിലെ ഓരോ കാര്യങ്ങളും ആ ചിത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. 1/4 നൂറ്റാണ്ട് ആയി ഈ ഒരു വൈദ്യർ സ്മാരകം തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു മേളയാണ് ഇവിടെ നടക്കുന്നത്. ഈ ചിത്രങ്ങൾ ഓരോന്നും അതിൻ്റെ കഥ പറയുന്നുണ്ട്. ഈ ഓരോ ചിത്രവും കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഓരോ കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചിത്രം സഹായിക്കും. നമ്മുടെ സ്റ്റാള് നല്ല വെയിലുള്ളൊരു സമയമാണ്, ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാള് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലെ സ്റ്റേജിലാണ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. താഴത്തെ സ്റ്റേജിൽ രാത്രിയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ മുകളിലത്തെ സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ ആരെയും അങ്ങനെ കാണുന്നില്ല. എല്ലാവരും മുകളിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒപ്പന, ഡാൻസ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറൊരു ഒപ്പനയുടെ ടീമാണ് ഈ പോകുന്നത് മുകളിലേക്ക്. അവിടെ സ്റ്റേജിലേക്ക് പോവുകയാണ്. രാത്രി താഴെ സ്റ്റേജിലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. രാത്രിയാവുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അറബനമുട്ടിൻ്റെ ടീം ഇതാ ഗേറ്റിൽ നിന്നും ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നത്. അവർ കളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. അറബനമുട്ടൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. എന്തായാലും ഇത് മുണ്ടക്കുളം ടീമാണ്, റാത്തീബ് ടീമാണ് കേട്ടോ. പണ്ടൊക്കെ റാത്തീബ് ഉണ്ടായിരുന്നു. അവരാണ് ഈ അറബനയ്ക്ക് വന്നിട്ടുള്ളത്. അറബനയും റാത്തീബുമായിട്ട് ഇവിടെ ഇന്ന് നല്ല വലിയൊരു പരിപാടി ഉണ്ട്. പിന്നെ കോൽക്കളിയും താഴെ സ്റ്റേജിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസം ഓരോ ഐറ്റം പരിപാടിയാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അങ്ങനെ നിരവധി ഐറ്റം കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. 9-ാം തീയതി വരെയാണ് കേട്ടോ. 9-ാം തീയതി വലിയ പരിപാടിയാണ്. ഇത് മോനുണ്ടാക്കിയ ഉപ്പിലിട്ടതാണ് കേട്ടോ. അവിടെ ഇക്കാക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെങ്ങൾ റാണിമോളും കൂടി എത്തിയിട്ടുണ്ട്. ഇക്കാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവൾ. ഇത് വിൽക്കാനായിട്ട് റോസ്മോന് സ്കൂൾ വിട്ടാൽ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കാര്യം. ഇത് ഇന്നലത്തെ പരിപാടി കഴിഞ്ഞു. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഞങ്ങളെത്തി. അപ്പോൾ തന്നെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസിൻ്റെ ടീമും എത്തിയിട്ടുണ്ട്. ഉച്ച സമയമാകുമ്പോൾ ഭയങ്കര വെയിലാട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാനേ കഴിയില്ല, അത്രക്കും വെയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറ്റിയിടാറുണ്ട്. സംരംഭകരൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഫുഡ് ഐറ്റും, ഡ്രസ്സും, അച്ചാർ ഐറ്റും, അതുപോലെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റും, ഉപ്പിലിട്ടതും, ജ്യൂസും ഒക്കെ ആയിട്ട് സ്റ്റാൾ അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട്. പായസം, പലവിധം പായസം ഉണ്ട് കേട്ടോ. 1-2 ആളുകൾ പായസം തന്നെ കൊണ്ടുവരുന്നുണ്ട്, പായസം മാത്രമായിട്ട്. അതുപോലെ തന്നെ എല്ലാവിധ ചായയും ഇവിടെ കിട്ടും. കട്ടൻ ചായയും പാൽ ചായയൊക്കെ ആയിട്ട് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ലിപ് ബാം, നാച്ചുറൽ ലിപ് ബാമാണ്.
തികച്ചും ഹോം മെയ്ഡായി നമ്മൾ വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന സാധനമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഒരുപാട് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. തികച്ചും നാച്ചുറലായ പ്രൊഡക്റ്റാണ്. ഇത് താരനാശിനി ഹെയർ ഓയിലാണ്. താരന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു ഹെയർ ഓയിൽ ആണ്. കൂടുതലായി താരനുള്ളവരോട് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാനാണ് പറയാറുള്ളത്. 5 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തലയിലെ എല്ലാവിധ താരനും പമ്പ കടക്കും. ഇത് മഞ്ചിഷ്ട സോപ്പ്. ഇത് നമ്മുടെ മഞ്ചിഷ്ട സോപ്പാണ് കേട്ടോ. അശൽ പ്രൊഡക്ട്സിൻ്റെ മഞ്ചിഷ്ട സോപ്പാണ്. ഇത് നമുക്ക് മുഖത്തും ശരീരത്തും തേക്കാനുള്ളതാണ്. നമ്മുടെ മഞ്ചിഷ്ട സോപ്പിൻ്റെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ അശൽ പ്രൊഡക്ട്സിൻ്റെ താളി സോപ്പാണ്. നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. തലയിൽ താളിക്ക് പകരമായിട്ട് തലയിൽ തേക്കാൻ വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ച സോപ്പാണ്. അതുപോലെ തന്നെ ഇത് തേൻ കാന്താരി. നമ്മുടെ തേനും കാന്താരിയും ചേർന്നതാണ്. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് രാവിലെ ഒരല്പം, 1 സ്പൂണൊന്നും കഴിക്കേണ്ട, കുറച്ച് രാവിലെ കഴിച്ചാൽ തന്നെ ആ കൊളസ്ട്രോളിന് ശമനം ലഭിക്കും. നല്ലൊരു പ്രൊഡക്റ്റാണ് തേൻ കാന്താരി. അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക മിഠായി. നെല്ലിക്ക മിഠായി നമുക്ക് കണ്ടാൽ തോന്നും നെല്ലിക്കയല്ലേ, കയ്പല്ലേ എന്ന്. പക്ഷേ ഇത് കഴിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുക. നല്ലൊരു മിഠായിയാണ് കേട്ടോ നെല്ലിക്ക മിഠായി. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റാണ് വേദന, വീക്കം, കടച്ചിൽ, ചോരക്കല്ലിപ്പ്, തരിപ്പ്, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു മർമ്മ കർപ്പൂരാതി ബാമാണിത്. ഇത് നമുക്ക് വേദന ഉള്ളിടത്തും അതുപോലെ തരിപ്പ് അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് പുരട്ടാവുന്നതാണ്. ഇതൊക്കെ ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങളാണ്. ഈ മർമ്മ കർപ്പൂരാതി ബാം, കരിഞ്ജീരകം, മുള്ള്, കടുക്, കർപ്പൂരം തുടങ്ങി 13 തരം ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു ഔഷധമാണ് നമ്മുടെ മർമ്മ കർപ്പൂരാതി ബാം. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നാടൻ കാട്ടുകൂവപ്പൊടിയാണ് കേട്ടോ. കൂവപ്പൊടി തികച്ചും നാടനാണ്. വിലാത്തിക്കൂവയല്ല, വിലാത്തിക്കൂവ കൊണ്ടുണ്ടാക്കുന്ന പൊടിയാണ് ഇപ്പോൾ കടകളിലും എല്ലാം കിട്ടുന്നത്. പക്ഷേ ഇത് നാടൻ കൂവയാണ്, അതായത് കാട്ടുകൂവയുടെ പൊടിയാണ് കേട്ടോ. ഈ ഒരു പൊടി അന്വേഷിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് മറ്റു കൂവയുടെ പൊടിയാണ്. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒന്നാണ് കൂവപ്പൊടി. അതുപോലെ നമ്മുടെ താരനാശിനി ഹെയർ ഓയിൽ, താരൻ, പേൻ, മുടി കൂടുകെട്ടൽ, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവൽ, എല്ലാത്തിനും ഒരു പരിഹാരമാണ്. ചൊറിച്ചിൽ, ഉറക്കക്കുറവ് എന്നിവക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മുടെ താരനാശിനി ഹെയർ ഓയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.